പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഇന്ധനക്ഷാമം ഉണ്ടാകുന്നത് തടയാൻ ഈ മാസം ആദ്യം ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ ജൂലൈ 1 മുതൽ അവസാനിപ്പിക്കാൻ തീരുമാനിച്ച് കേന്ദ്ര സർക്കാർ. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നിലവിലെ വിതരണ സാഹചര്യം വിലയിരുത്തിയെന്നും നിയന്ത്രണങ്ങൾ ആവശ്യമില്ലെന്നും സർക്കാർ ഉത്തരവിൽ പറയുന്നു. ജൂൺ 12-നാണ് താൽക്കാലിക നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ്, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്നിവയുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾ വഴിയുള്ള പെട്രോൾ ഡീസൽ വിൽപ്പനയും വിതരണവും നിയന്ത്രിക്കാനായിരുന്നു ഉത്തരവ്. പെട്രോളിന്റെയും ഡീസലിന്റെയും വിതരണം ഉറപ്പാക്കുന്നതിന് ഈ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് സർക്കാർ കരുതുന്നതായി ഉത്തരവിൽ വ്യക്തമാക്കിയിരുന്നു. സാഹചര്യങ്ങൾ മാറിയതോടെയാണ് ഉത്തരവ് പിൻവലിച്ചത്. വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ പമ്പുകളിൽ നിന്ന് പെട്രോളിയം ഡീസലും വാങ്ങുന്നതിനാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. പകരം മൊത്ത വിതരണക്കാരിൽ നിന്ന് ഇന്ധനം വാങ്ങാനാണ് ഇവരോട് നിർദ്ദേശിച്ചിരുന്നത്. എണ്ണ വിപണന കമ്പനികളോടും ഇന്ധന ചില്ലറ വിൽപ്പനക്കാരോടും റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നുള്ള മൊത്തം വാങ്ങലുകൾ 90 ദിവസം വരെ പരിമിതപ്പെടുത്താനും നിർദ്ദേശിച്ചിരുന്നു. റീറ്റെയിൽ ഇന്ധന സ്റ്റേഷനുകളിൽ നിന്ന് പെട്രോളും ഡീസലും വാങ്ങുന്നതിൽ നിന്ന് വാണിജ്യ ആവശ്യങ്ങൾക്കായി എത്തുന്ന ഉപഭോക്താക്കളെ ഈ നിയന്ത്രണങ്ങൾ തടഞ്ഞിരുന്നു. ആഗോള സാഹചര്യം കൂടുതൽ വഷളായാൽ പൊതുജനങ്ങൾക്ക് ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാണെന്ന് ഉറപ്പാക്കാൻ ഡീസൽ വാങ്ങുന്നതിന് സർക്കാർ പ്രതിദിന പരിധിയും നിശ്ചയിച്ചിരുന്നു. നിയന്ത്രണം നീക്കിയതോടെ താൽക്കാലിക പരിധികളില്ലാതെ വാണിജ്യ ഉപഭോക്താക്കൾക്ക് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്നും വീണ്ടും ഇന്ധനം വാങ്ങാൻ സാധിക്കും. അസംസ്കൃത എണ്ണയുടെ ഭൂരിഭാഗവും ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യക്ക് ഇന്ധന ലഭ്യതയെയും വിലയെയും ബാധിക്കുന്ന അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന തടസ്സങ്ങൾ എപ്പോഴും നിർണായകമാണ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഉയർന്നിട്ടും ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ ചില്ലറ വിൽപ്പന വിലയിൽ മാറ്റം വരുത്താൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഇതേ തുടർന്ന് ചില്ലറ വിൽപ്പന വിലയും കൂട്ടത്തോടെയുള്ള വിൽപ്പന വിലയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാവുകയും ഇത് ചില വ്യവസായ വാണിജ്യ സ്ഥാപനങ്ങൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഇന്ധനം വാങ്ങാൻ ഇടയാക്കുകയും ചെയ്തു. ഇത് ഇന്ധനം വകമാറ്റി വിൽക്കുന്നതിനും പൂഴ്ത്തിവെപ്പിനും കരിഞ്ചന്തയ്ക്കും കാരണമായതായി മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. ജൂൺ 12-ലെ ഉത്തരവ് പ്രകാരം പൊതുമേഖലാ എണ്ണ കമ്പനികളുടെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ നിന്ന് ഒരു ഉപഭോക്താവിനോ വാഹനത്തിനോ പ്രതിദിനം പരമാവധി 200 ലിറ്റർ ഹൈസ്പീഡ് ഡീസൽ മാത്രമേ നൽകാവൂ എന്ന് നിർദ്ദേശിച്ചിരുന്നു. വ്യവസായ വാണിജ്യ ഉപഭോക്താക്കൾ റീറ്റെയിൽ ഔട്ട്ലെറ്റുകൾക്ക് പകരം അവർക്കായി നിശ്ചയിച്ചിട്ടുള്ള പ്രത്യേക കൺസ്യൂമർ പമ്പുകൾ വഴി മാത്രമേ ഇന്ധനം വാങ്ങാവൂ എന്നും വ്യവസ്ഥയുണ്ടായിരുന്നു. സാധാരണക്കാരായ ചില്ലറ ഉപഭോക്താക്കൾക്ക് തടസ്സമില്ലാതെ പെട്രോളും ഡീസലും ലഭ്യമാക്കുന്നതിനും സബ്സിഡി നിരക്കിലുള്ള ഇന്ധനം ദുരുപയോഗം ചെയ്യുന്നത് തടയുന്നതിനുമാണ് ഈ നടപടികൾ സ്വീകരിച്ചതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യത്തെ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിതരണ സാഹചര്യം പുനഃപരിശോധിച്ച ശേഷം പൊതു താൽപര്യം മുൻനിർത്തി ഈ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഇനി തുടരേണ്ടതില്ലെന്ന് സർക്കാർ തീരുമാനിച്ചതായി മന്ത്രാലയം അറിയിച്ചു. അതേസമയം താൽക്കാലിക നിയന്ത്രണങ്ങൾ രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാക്കാൻ സഹായിച്ചുവെന്നും ഇവ പിൻവലിക്കുന്നത് വിതരണ സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനെയും സാധാരണ നിലയിലായതിനെയും പ്രതിഫലിക്കുന്നുവെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.